ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 ഏപ്രിൽ 30 എന്നെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ മാതാവിനെ ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാനൊരു ഹിന്ദുവാണ്. എനിക്ക് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ സങ്കടം വരുമ്പോഴൊക്കെ രാത്രിയിലും പകലും എപ്പോഴും ഞാൻ ആ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാനൊരു മാതാവിനെ സ്വപ്നം കാണുവാണ്. കടലിൽ നിന്ന് ഒരു മാതാവ് പൊങ്ങി വരുന്നതായിട്ട്. ഒരു തിരമാലയുണ്ട്. കടലിൽ നിന്നൊരു മാതാവ് പൊങ്ങി വന്നു. മാതാവ് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. എന്നോട് ഇങ്ങനെ പറയുന്നു, ആലപ്പുഴയ്ക്ക് പോയി ഞാൻ ഉടമ്പടി എടുത്തു, മായ പോയിരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇത്ര അകലെയല്ലേ, ഒത്തിരി പൈസയൊക്കെ ആവൂലേ, അങ്ങനെ ഓർത്തിരുന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ പോകുമ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈ മാതാവിനെ കണ്ടപ്പം ഈ അൾത്താരയിലെ മാതാവ്, ഇതേ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. പക്ഷേ അമ്മ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇതേ കളറ്, ഇങ്ങനെ തിരമാല ഇതേപോലെ തന്നെ. അപ്പം എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. ആൾ മരിച്ചുപോയി. ഒരുപാട് കടം ഉണ്ടായിരുന്നു ആ സമയത്ത്. 2 വണ്ടികൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർക്കാനൊന്നും പറ്റാതെ ഒരുപാട് കടം, അല്ലാതെ ഈ വണ്ടിയുടെ തന്നെയല്ല, ഒരുപാട് കടകളുണ്ടായിരുന്നു. അത് ഒരു 4-5 ലക്ഷം രൂപയോളം വണ്ടിയുടെ തന്നെ കടം ഉണ്ടായിരുന്നു. 2 വണ്ടികളായിരുന്നു. അത് ഞങ്ങൾക്ക് സ്ഥലവും വീടും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ വണ്ടി പണയം വയ്ക്കുമ്പം CC എടുക്കുമ്പോഴൊക്കെ ജാമ്യക്കാർ വേണം. അതിന് ഭർത്താവിനെ വിശ്വാസമുള്ള ഒരാൾ ജാമ്യം നിന്നു. അപ്പം CC മുടങ്ങിക്കഴിഞ്ഞപ്പം അവർ ജാമ്യക്കാരെ വിളിക്കാൻ തുടങ്ങി. ആൾ മരിച്ചുപോയ സ്ഥിതിക്ക് ഭാര്യയും മക്കളുമാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടത്. അപ്പം ജാമ്യക്കാരൻ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഒരുപാട് കടങ്ങളുണ്ട്, ഞങ്ങളെക്കൊണ്ട് ഒരു വഴിയില്ല, ഞങ്ങൾക്കൊരു വീടും സ്ഥലവും ഒന്നുമില്ല, ഈ കടബാധ്യത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കടബാധ്യതയുടെ കാര്യമൊക്കെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇത് കേസ് കോടതിയിലായി. അപ്പോൾ കോടതിയിൽ നിന്ന് വന്ന പേപ്പറിന്മേൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഉടമ്പടി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും കാലത്തും വൈകിട്ടും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരൻ തന്നെ ഒരു വണ്ടി ഏറ്റെടുത്ത് ആ കടബാധ്യത അങ്ങനെ പരിഹരിച്ചു. മറ്റൊരു വണ്ടിയുടേത് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അവർക്ക് നഷ്ടമാണ്, വണ്ടി പണയത്തിലെടുത്ത ആൾക്ക് നഷ്ടമാണ്. എന്നാലും ആ പുള്ളി ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ച് പുള്ളിയുടെ നഷ്ടം സഹിച്ച് ഞങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും പരിഹരിച്ചു. അമ്മ മാതാവ് അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. പിന്നെ 7 വർഷമായിട്ട് എൻ്റെ കാലിൽ ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഒത്തിരി ഓയിൽമെൻറ്റ് ഉപയോഗിച്ചു, ഗുളിക കഴിച്ചു, പക്ഷേ അതൊന്നും മാറിയില്ല. പിന്നെ അതങ്ങനെ തന്നെ ഇരുന്നു. ലാസ്റ്റ് ചൊറിഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഇത് കുഷ്ഠരോഗമാണോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ ഒരു 7 വർഷത്തോളം, എൻ്റെ ഓർമ്മയിൽ 7 വർഷത്തോളം ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അമ്മയുടെ ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് എൻ്റെ കാല് ചൂടുവെള്ളത്തിൽ കഴുകി തൈലം കൊണ്ട് കുരിശ് വരച്ച് ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ 2 ആഴ്ചയോളം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ കേസ് വിട്ടുപോയി. എൻ്റെ കാലിൽ ചൊറിച്ചിൽ വരാറില്ല, ഞാൻ ആ കേസേ വിട്ടുപോയി. അപ്പോൾ എൻ്റെ മകളെന്നോട് ചോദിച്ചു, അമ്മയുടെ കാലിലെ ചൊറിച്ചിൽ അത് മാറിയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനിത് ഓർക്കണേ, എൻ്റെ കാലിലെ ഒരു പാടുപോലും ഇല്ലാതെ അത് പൂർണ്ണ സൗഖ്യം തന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകൾക്ക് ചെന്നൈയിൽ നേഴ്സിങ്ങിന് വിട്ടു. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പം ചെന്നപ്പോൾ തൊട്ടേ അവിടെ ഭക്ഷണം പിടിക്കില്ല, അവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല, ഞാൻ പോരുക, എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല, പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നും വിളിക്കുമ്പം കരച്ചിലും എന്നും അങ്ങനെയായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വർഷത്തിലെ ഡിസംബറിലെ അവധിക്ക് അവൾ വീട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകില്ല, എന്തൊക്കെ പറഞ്ഞെന്നാലും അങ്ങോട്ട് തിരിച്ചു പോകില്ല. ഞാൻ പോകില്ല എന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. ഇപ്പം ഡിസംബറിൽ വന്നിട്ട് പോകാൻ കൂട്ടാക്കിയില്ല. അപ്പം പിന്നെ പേടിച്ചിട്ടും മക്കളുടെ കാര്യമല്ലേ, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ ഇവിടെ എനിക്കും പേടി തോന്നി. എന്നാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും കോഴ്സ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6-7 മാസത്തോളം വീട്ടിൽ വെറുതെ ഇരുന്നു, വേറെ ഒരു കോഴ്സിനും ഒന്നും പോകാതെ
ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന്. ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഇവിടെ ബ്രദറിൻ്റെ അടുത്ത വിവരം പറഞ്ഞപ്പം മകൾക്ക് 18 വയസ്സായോ എന്ന് ചോദിച്ചു. ആയി, എന്നാൽ അവളോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ആദ്യമൊന്നും അവൾ കൂട്ടാക്കിയില്ല. പിന്നെ എൻ്റെ കൂട്ടത്തിൽ 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കൂടും, വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കൂടും. പിന്നെ അവൾ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കുവാണ്, അമ്മ പോകുമ്പോൾ ഞാനും പോരാന്നും പറഞ്ഞു. അങ്ങനെ വന്ന് അവളോട് ഉടമ്പടി എടുത്തു. ഇപ്പം ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അമ്മ മാതാവ് അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിലാണ്. അവിടെ ബാത്റൂം കഴുകിക്കൊണ്ടിരുന്നപ്പം ബാത്റൂം കുറേ സമയം എടുത്തു, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി 2 മിനിറ്റ് പോലും എടുത്തില്ല. ഒത്തിരി പഴയ കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിൽ ഒരു ഓടും കഴുകോലും എല്ലാം കൂടെ നനഞ്ഞ് ദ്രവിച്ചിരിക്കുന്നതായിരുന്നു ഈ ബാത്റൂമിനോട് ചേർന്ന്. ഞാൻ പുറത്തിറങ്ങി 2 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴത്തേക്കും ആ ഒരു റൂമിൻ്റെ ആ ഓടും കഴുക്കോലും എല്ലാം കൂടെ താഴേക്ക് വലിയ ശബ്ദത്തോടു കൂടി താഴേക്ക് ചാടി. ഞാൻ ചെന്ന് നോക്കുമ്പം ബാത്റൂം നിറച്ചും ഓടിൻ്റെ കഷ്ണങ്ങൾ കിടക്കുവാണ്. എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ മാലയിൽ എപ്പോഴും ഉണ്ട്. അമ്മ മാതാവ് എന്നെ ആ അപകടത്തിൽ നിന്നും രക്ഷിച്ചതാണ്. ഇല്ലെങ്കിൽ ആ ഓടിൻ്റെ കഷ്ണമെല്ലാം എൻ്റെ തലയിൽ ചാടുമായിരുന്നു. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ബൈബിളില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം 1/2 മണിക്കൂർ നേരം ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു, എനിക്കൊരു ബൈബിൾ തരാമോ. ഇവിടെ വന്ന് 2 പ്രാവശ്യം വന്നപ്പോഴും ഇവിടുത്തെ ബൈബിൾ തീർന്നു പോയി എന്ന് പറഞ്ഞു. ഞാൻ എന്നും കാണുന്ന ഒരു സിസ്റ്ററുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു മഠത്തിലെ സിസ്റ്റർ. ആ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ എനിക്കൊരു ബൈബിൾ തരാമോ എന്ന് ചോദിച്ചു. ആ സിസ്റ്റർ പറഞ്ഞു, നോക്കട്ടെ, മേടിച്ചതൊക്കെ തീർന്നു പോയി, നോക്കട്ടെ എന്ന് പറഞ്ഞു. 2022 നവംബർ 1-ാം തീയതി എനിക്ക് സിസ്റ്റർ കൊണ്ടുവന്ന ഒരു ബൈബിൾ തന്നു. ഞാൻ അന്നും മുതൽ ബൈബിൾ വായിക്കുന്നുണ്ട്. ഒരു വട്ടം ഞാൻ ഫുള്ളും വായിച്ച് തീർത്തു. 2ാമത് പിന്നെയും തുടങ്ങി. പിന്നെ സങ്കീർത്തനങ്ങൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ജപമാല എനിക്കറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ ജപമാല പുസ്തകം വാങ്ങിച്ച് എന്നും ജപമാല ചൊല്ലാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്, മുടങ്ങാതെ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. എൻ്റെ മകളുടെ കാലിലും ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു, കാലിൽ ഉപ്പുറ്റിയൽ. അത് അവൾ ചെന്നൈയിലായിരുന്നപ്പോഴായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോലെ ഭയങ്കര ചൊറിച്ചിലാണ്, മരുന്നുകളൊന്നും ഇല്ലല്ലോ, അവൾ അവിടെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാലിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചോളാം, നീയും പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ ദിവസവും ഞാൻ അങ്ങനെ തൈലം തൊട്ട് എൻ്റെ കാലിൽ പ്രാർത്ഥിച്ച് തൈലം തൊട്ട് അങ്ങനെ അവൾക്ക് ആ രോഗം ഭേദമാക്കി കിട്ടി. അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യണത് ആദ്യമൊക്കെ ആശുപത്രിയിൽ ഞങ്ങൾ 2 പേര് കൂടി പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഒരാൾ 5 പൊതി വെച്ച് അങ്ങനെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ആശുപത്രിയിൽ പത്രം കൊടുത്ത ഈ പൊതിച്ചോറും കൊടുക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ 4-5 പേര് കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തി ചെയ്യണത്. ഞങ്ങൾ വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. അവിടെ ചെന്ന് രോഗികളെ കണ്ട് രോഗികളോട് അവിടുത്തെ വൃദ്ധസദനത്തിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരോട് സംസാരിച്ച് അവർക്ക് ഒന്നുകിൽ ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞങ്ങൾ വീടുകളിൽ കൂടെ കൊടുക്കും, കടകളിൽ കൊടുക്കും. ബസ്സിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ എന്നോട് സ്ഥിരം വാങ്ങിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കും. ഞാനിവിടെ നിന്ന് പത്രം കൊണ്ട് ചെന്ന പത്രത്തിൽ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശ് വരച്ച് എൻ്റെ അനുഭവം പറഞ്ഞാണ്. ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയാൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും, എനിക്ക് അനുഭവമുണ്ട്, നിങ്ങളും പോകണം എന്നും പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, വരണമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഇത്രയൊക്കെ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിനൊരു അടയാളം, ഈ തിരി കത്തിത്തീരുന്നതിന് മുമ്പ് എന്നെ കാണിച്ചു തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അമ്മ മാതാവ് പച്ച തിരിയിലും നീല തിരിയിലും